പ്രിയപ്പെട്ടവരെ, മറുനാടൻ മലയാളി ചാനലിൻ്റെ എഡിറ്റർ ഷാജൻ സ്കറിയ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയേറെ ഇസ്രായേലിൻ്റെ പക്ഷം പിടിക്കുന്നു നമുക്കറിയാം. എന്നാലും സാധാരണ ഹമാസിൻ്റെ പക്ഷം പിടിച്ച് പലരും ന്യൂസ് ചെയ്യുന്നത് പോലെ നുണകൾ കൊടുക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂറ് ഇസ്രായേലിനോടുണ്ട്. ഇസ്രായേലിന് യുദ്ധം നേരിട്ട് ആരംഭിച്ചതല്ല, ഇസ്രായേൽ ഇരയായതാണ്, ഭീകരാക്രമണത്തിന് ഇരയായതാണ്. അപ്പോൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത എന്നുള്ളത് മുഴുവൻ നമുക്കറിയാം. പൊതുവെ അദ്ദേഹം ഇസ്ലാമികൾക്കെതിരെ ഒത്തിരിയേറെ സുഡാപ്പികൾക്കെതിരെ ഒത്തിരി ന്യൂസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ സുഡാപ്പികൾക്ക് എതിരാണ് അദ്ദേഹം എന്നൊരു ധാരണയും എല്ലാവർക്കും പൊതുവുള്ളതാണ്, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ യുദ്ധമൊക്കെ അവസാനിച്ച സമയത്ത് അദ്ദേഹം കൂറുമാറി മറുകണ്ഠൻ ചാടി സുഡാപ്പിയായി എന്ന ഒരു ആരോപണം ശക്തമായിട്ടുണ്ട്. നമുക്ക് പിന്നെ വാർത്തറിയാൻ എന്താ വഴി? ഇവിടെ ഏത് പത്രം ഒന്നിൽ കേരളത്തിലെ മിക്ക പത്രങ്ങളും ഹമാസ് അനുകൂലമാണ്, അത് ചില ഇസ്രായേൽ അനുകൂലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും വിശ്വസിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. കണ്ണടച്ച് ഒരു പത്രത്തെ നോക്കാൻ വിശ്വസിക്കത്തില്ല, ഒരു ചാനലിനെയും വിശ്വസിക്കത്തില്ല, എല്ലാവരും പക്ഷം പിടിച്ചു തന്നെയാണ്. അപ്പോൾ ഏകദേശം ഈ കാര്യങ്ങൾ അറിയാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? ഇൻ്റർനാഷണൽ ന്യൂസുകൾ നമുക്ക് എടുക്കാറുണ്ട്. ഇൻ്റർനാഷണൽ ന്യൂസുകളിൽ പോലും നമുക്ക് അത്ര വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം BBC, CNN, ന്യൂയോർക്ക് ടൈംസൊക്കെ സാറിന് നമ്മൾ ആശ്രയിക്കാറുള്ളതാണ്. പക്ഷേ ഈ ന്യൂയോർക്ക് ടൈംസിലും CNN-നും BBC-ക്കും ഒക്കെ ഒരു ചെറിയ ചായ്വും ഇടയ്ക്കിടയ്ക്ക് ചില സുഖിപ്പിക്കാനുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ട്. അത് നമുക്ക് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കത്തില്ല. ഇസ്രായേലിലെ പരമ്പരാഗതമായ ഒരു വാർത്താമാധ്യമമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. പലപ്പോഴും ഈ യുദ്ധത്തിനിടയിൽ നമുക്ക് അത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇരുപക്ഷത്തുനിന്ന് ഒത്തിരിയേറെ വീരവാദങ്ങൾ വരുമ്പോൾ സത്യം അറിയാൻ നോക്കേണ്ടി വന്നിട്ട് നമ്മൾ നോക്കാറുള്ളതാണ്. പക്ഷേ ഈ ന്യൂയോർക്ക് ടൈംസിലും CNN-നും BBC-ക്കും മറുനാട് അവിടെ നിന്ന് റിപ്പോർട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിച്ചുകൂടാ. അദ്ദേഹം ചെയ്തൊരു വീഡിയോ കാണുക. ആ വീഡിയോയിൽ ഇസ്രായേലിനുണ്ടായ ഒത്തിരി നാശനഷ്ടങ്ങൾ, ഒത്തിരിയേറെ വ്യക്തികൾ അഭയമില്ലാതായി, ഭവനമില്ലാതായതും അതിനുവേണ്ടി പിരിവെടുക്കുന്നു എന്നുള്ളതും ഇങ്ങനെ ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട്. ബങ്കറുകൾ ഉണ്ടായിട്ടുകൂടി ഇതിനോടകം 28 പേരെ ഇസ്രയേലിൽ മണ്ണിൽ വകവരുത്താൻ ഇറാന് കഴിഞ്ഞു. ഇസ്രയേലിനുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ലോകം വാപൊളിക്കുകയാണ്. ഏതാണ്ട് 31 ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ നാശനഷ്ടമുണ്ടാക്കി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയ കെട്ടിടങ്ങൾ, അനേകം വീടുകൾ തച്ചുടയ്ക്കപ്പെട്ടു. ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ ചിത്രങ്ങളാണ്. ഇറാന്റെ മിസൈലുകൾ നേരെ വന്ന് വീണത് ഇസ്രായേലിന്റെ വലിയ കെട്ടിടങ്ങൾക്ക് മേലും വീടുകൾക്ക് മേലുമാണ്. ഇത്ര ജാഗ്രത കാണിച്ചിട്ടും 3238 പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നു. അതിൽ ഏതാണ്ട് 23 പേരുടെ നില ഗുരുതരമാണ്. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവർ 3000-ന് മുകളിലാണെന്ന് ഓർക്കണം. കൃത്യമായി ഇസ്രായേലിന്റെ മർമ്മപ്രധാനമായ സുപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇറാൻ അങ്ങനെ മിസൈലുകൾ അയച്ചത്. ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകൾക്ക് മേലും എണ്ണ ശേഖരത്തിന് മേലും ഒക്കെ മിസൈലുകൾ വീണു. പല പവർ സ്റ്റേഷനുകളും തകർന്നു, ഓയിൽ റിഫൈനറികൾ തകർന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു. തുറന്ന സ്ഥലങ്ങളിൽ, കെട്ടിടങ്ങളിൽ, വീടുകളിലൊക്കെ മിസൈലുകൾ പതിച്ചു. വലിയ നാശനഷ്ടം തന്നെ ഇസ്രായേലിനുണ്ടായി. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായി. ടെലവീവിൽ മാത്രമല്ല, പലയിടങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. 40,000-ത്തിലധികം ഇസ്രായേലി വീടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നു. അത് 12,000 പേർ തെരുവിലാണ്. അവർക്ക് താമസിക്കാൻ സൗകര്യം പോലുമില്ല. അവരൊക്കെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. ജനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിരിവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം അത് രൂപപ്പെട്ടിരിക്കുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടിങ്ങിലൊന്നും ഈ സുഡാപ്പികൾക്ക് എന്ന് പറയാവുന്ന ഹമാസ് അനുകൂലികൾക്ക് ആഹ്ലാദിക്കാവുന്ന രീതിയിലുള്ള ന്യൂസ് കൊടുത്തിരുന്നില്ല. എന്നാൽ ഈ ന്യൂസ് ഹമാസ് അനുകൂലികളായ സുഡാപ്പികൾക്ക് ആഹ്ലാദത്തിന് വക നൽകുന്ന ഒന്നാണ്. അദ്ദേഹം ഇത്രയും കാലം സുഡാപ്പികളിൽ ഏറ്റുമുട്ടിയിട്ട് ഇനി സുഡാപ്പികളുടെ പക്ഷമായി എന്നൊരു ആരോപണം അതിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അദ്ദേഹം മറുകണ്ഠം ചാടി മറുനാടൻ മലയാളി എന്നല്ല, മറുകണ്ഠൻ മലയാളിയാണ് എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒത്തിരിയേറെ പരക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തയെ വിമർശിച്ചുകൊണ്ട് ഒത്തിരി പേര്, ഇസ്രായേലിലുള്ള മലയാളികളും കേരളത്തിൽ ഒത്തിരി പേരും അദ്ദേഹത്തിന് എതിരെ ഒത്തിരിയേറെ ചാനലുകൾ വഴി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജെറുസലേമിൽ നിന്നൊരു റീന അലക്സ് ഒത്തിരിയേറെ തീവ്രമായി അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം ഹീനമായ രീതിയിൽ ഈ എല്ലാം സുഖിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ആരോപണം ഒന്ന് കേൾക്കാം.
ഈ മറുനാടൻ എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ഇന്ത്യ ജനതയെ കേരള ജനതയെ അവൻ കോൺഗ്രസിന് വേണ്ടി ഒറ്റിക്കൊടുക്കും. ഈ കോൺഗ്രസിന് ഭരണം വന്നാൽ എന്ത് സംഭവിക്കും? കോൺഗ്രസിന് ഭരണം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി നിന്റെ കാര്യം കട്ടപ്പോക, ഹിന്ദുവേ നിന്റെ കാര്യം കട്ടപ്പോക. കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് ഭരിക്കും. പക്ഷേ അതിന് ഭരണത്തിന്റെ സകല ശിലാകേന്ദ്രവും ഭരിക്കുന്നത് മുഴുവനും ഈ ലോകത്ത് ഇന്ത്യയിലെ സുഡാപ്പികളായിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തെ പൂർണ്ണമായും സുഡാപ്പിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറുനാടനും കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനം മറുനാടന്റെ. BJP-ക്കൊപ്പമാണെന്ന് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിലും ഈ BJP പൊട്ടന്മാർ മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാറിയെ പിടിച്ച് നിങ്ങൾ ഹിന്ദു സമ്മേളനങ്ങളിൽ വെക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പൊ മറുനാടനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ എനിക്ക് മറുനാടൻ എന്ന് പറയുന്നതിനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള യാതൊരു കാര്യവും എനിക്കില്ല. പക്ഷേ ചില വാർത്തകൾ കൊടുക്കുന്നതിന്റെ അസത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് മറുനാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറുനാടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലില് ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ, അനേകം ബിൽഡിങ്ങുകൾ തകർന്നു, ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ തെരുവുകളിലാണെന്നൊക്കെ പറഞ്ഞ് ഈ വൃത്തികെട്ടവൻ ഹെഡ്ലൈൻ കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ നാറിയവന്മാർ അറിയണ്ടേ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് എന്തും പൊങ്കും അറിയാതെ എവിടെ നിന്ന് കിട്ടുന്ന ഒരു വാർത്തകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്. മറ്റൊരു ആളും ജെറുസലേമിൽ തന്നെ താമസിച്ച് 5-6 വർഷം ജോലി ചെയ്യുന്ന ഒരാൾ മറുനാടനെ വളരെയേറെ വിമർശിച്ചുകൊണ്ടിട്ട മറ്റൊരു വീഡിയോ ഉണ്ടെന്ന് കേട്ടെ. അതോ ഈ പറയുന്ന ഏത് പോർട്ടാ പോയത്, ഏത് ബേസാ പോയത്, ഏത് ബേസാ പോയത് സാർ? നിങ്ങൾ മറുനാടനല്ല മറുകണ്ഠം ചാടിയില്ലോ, മറുകണ്ഠം. ഇസ്രായേലിന്റെ സേഫ്റ്റി അലാമുകളെ ഭേദിച്ചു വന്ന് കറക്റ്റായിട്ട് ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ സാറിനോട് പറഞ്ഞായിരുന്നോ? ഇറാൻ വന്ന് പറഞ്ഞായിരുന്നോ? അതോ അമേരിക്കൻ ന്യൂസാണോ പറഞ്ഞേ? ഇവിടെ ഇസ്രായേൽ മലയാളികളുണ്ട് സാർ. ഏതെങ്കിലും മലയാളിയോട് ചോദിച്ചായിരുന്നു? ഏതെങ്കിലും മലയാളിയോട്? മറുനാടൻ മലയാളി എന്നല്ലേ പേര്, മലയാളിയോട് ചോദിച്ചായിരുന്നോ? അതുകൊണ്ട് ഉത്തരം എന്താ സാർ? 2.5 ലക്ഷം സൈറൺ, ഇവിടുത്തെ സെൻട്രൽ സ്ഥലങ്ങളെല്ലാം പൊട്ടി ചാമ്പലായി, ബസ്, പവർ സ്റ്റേഷൻ. ഏത് പവർ സ്റ്റേഷൻ? മൂലമറ്റം പവർ സ്റ്റേഷനാണോ? ഇവിടുത്തെ പവർ സ്റ്റേഷനെ കുറിച്ച് സാറിന് എന്താ അറിയാം? ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു മിസൈൽ ആക്രമണം വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് പവറില്ലാത്ത നാടല്ല ഇസ്രായേൽ. അതുകൊണ്ട് സാർ കൃത്യമായിട്ട് പറയൂ സാർ. വളരെ മാന്യതയോട് കൂടി ചോദിക്കുന്നു. അതോടൊപ്പം ഇവിടെ ജീവിക്കുന്നവര് പിരിവിട്ടാണ്, സാമ്പത്തിക ഭദ്രത തകർന്നു, പിരിവിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു വാർത്ത. അതിന്റെ സോഴ്സ് ഒന്ന് പറയാവോ സാർ? കാരണം ഇസ്രായേൽ ഒരു 6 വർഷമായിട്ട് ഇസ്രായേലിന്റെ ഇന്നലെയും ലൈവ് ഇട്ടിരുന്നു. ഇവിടുത്തെ പവർ സ്റ്റേഷനുകളും ഇവിടുത്തെ ഹൈഫ പോർട്ടുകൾ പച്ചയായി വാർത്തയിട്ടിരുന്നു. സാറിനെ പോലെയുള്ളവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലത്തെ ഒരു സാറിന്റെ വീഡിയോയിൽ ഒരു മലക്കം മറച്ചിൽ ഫീൽ ചെയ്തു. മലക്കം മറച്ചിൽ. ഇതും കേട്ടല്ലോ. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ എനിക്ക് തോന്നി. കാരണം മറുനാടിനെ ഇടയ്ക്ക് സപ്പോർട്ടൊന്നുമില്ല. മറുനാടിനെ വളരെയേറെ വിമർശിച്ചുകൊണ്ട്, വളരെ ആണും പെണ്ണും കെട്ട അവസ്ഥയിൽ നികൃഷ്ടജീവി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയത്തിലാണ്. അപ്പോൾ എനിക്ക് മറുനാടൻ സപ്പോർട്ടല്ല. പക്ഷേ മറുനാടിനെ ഇവിടെ വിമർശിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനാവാത്തൊരു കാര്യം തോന്നി ഈ വിഷയത്തിൽ. കാരണം ഇത്രയും കാലം ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് ഹമാസിനെതിരെ പോരാടിയതുപോലൊരു വാർത്താ മാധ്യമം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ട്, അങ്ങനെ ശക്തമായി നിലകൊണ്ടിട്ട് പെട്ടെന്നൊരു മറികടന്ന് ചാടേണ്ട യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് കൂറുമാരെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനൊരു സാഹചര്യം കണ്ടില്ല. അപ്പം നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കണം. അപ്പോൾ എവിടെ ആരും ആശ്രയിച്ചത് നമ്മൾ ആലോചിക്കാനുണ്ട്. മറുനാടിന് എവിടെ നിന്നൊക്കെ ഈ സോഴ്സ് ഒത്തിരിയേറെ പേര് അഭയാർത്ഥികളെ അലയുന്നു, അഭയമില്ലെന്നും ഈ അഭയമില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി അവിടെ പിരിവെടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നുണയായിട്ട് റിപ്പോർട്ട് ചെയ്യൂ. ഇത് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ സത്യം അറിയാൻ വേണ്ടി നമുക്ക് ന്യൂസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വസനീയമായിരിക്കണം. രണ്ടാമത് ഇസ്രായേലിനോട് കൂറ പുലർത്തുന്നതായിരിക്കണം. ഏതായാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന പത്രം ഇതാണ്. പരമ്പരാഗതമായ ഇസ്രായേലിൻ്റെ വിശ്വസ്തമായ ഒരു വാർത്താ മാധ്യമമാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രമാണ്. എങ്കിൽ പോലും സത്യം പറയാറുള്ളൂ. തുറന്ന് സത്യം എഴുതാറുണ്ട്. ഇസ്രായേലിനെ വിമർശിക്കുന്നതാണെങ്കിലും സൈന്യത്തെ വിമർശിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് പ്രതിരോധ മന്ത്രിയെ പെട്ടെന്ന് നെതന്യാഹു മാറ്റിയ സമയത്തൊക്കെ വളരെയേറെ വിമർശനപൂർവ്വം റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം. ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന വാർത്ത നമുക്ക് നോക്കാം. 2025 ജൂൺ 24 10:30 വന്ന വാർത്ത. ദ ഇസ്രായേൽ ഇറാൻ വാർ ബൈ ദി നമ്പേഴ്സ് ആഫ്റ്റർ 12 days ഓഫ് ഫൈറ്റിംഗ് എന്ന ടൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അവിടെ കാണുന്നു ദ സിവിലിയൻ ടോൾ. Iran's ballistic missile attacks on Israel during the 12 days of war claimed the lives of 28 people, all but one of them civilians, and wounded over 3,000 people.
28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും 3000-ഓളം പേർ പരിക്കേറ്റതായും ഇവിടെ കാണുന്നുണ്ട്. ഇസ്രായേൽസ് ഹെൽത്ത് മിനിസ്ട്രി സെഡ് എ ടോട്ടൽ ഓഫ് 3,238 people were hospitalized, including 23 who were seriously injured. 3238 പേര് ഹോസ്പിറ്റലൈസ്ഡാണ്. ആ 23 ഇവർ സീരിയസ് ആണെന്നും ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാം മിസൈൽസ് ആൻഡ് ഡ്രോൺസ്. ഇറാൻ ലോഞ്ച്ഡ് ബിറ്റ്വീൻ സം 550 ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് around 1,000 drones at Israel during over the war, according to the IDF. IDFിനെ ഉദ്ധരിച്ചാണ് പറയുന്നത് 550 ബാലിസ്റ്റിക് മിസൈലുകളും 1000-ഓളം ഡ്രോണുകളും ഇസ്രായേലിൽ 10% ഇസ്രായേൽ പതിച്ചിട്ടുണ്ട്. ബാക്കി തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. തുടർന്ന് നമുക്ക് വായിക്കാം. At least 31 ballistic missiles impacts were reported in populated areas or critical infrastructure sites, including power station in southern Israel, oil refinery in Haifa, and university in central Israel. Dozens of other missiles struck open areas without causing significant damages. കണ്ടോ, യൂണിവേഴ്സിറ്റിയിൽ വീണു മിസൈൽ വീണു, റിഫൈനറി ഹൈഫയിലെ റിഫൈനറിയിൽ വീണു മിസൈൽ വീണു, പിന്നെ പവർ സ്റ്റേഷനിൽ ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷനിൽ മിസൈൽ വീണു. ഇതൊക്കെയാണ് വായിക്കുന്നത് തന്നെയാണ് നമ്മൾ. Iranian missiles have devastated entire neighborhoods. Over 10,600 people displaced. More than 40,000 homes and business damaged. കണ്ടോ, 1600 പേര് സ്ഥലം വിട്ടു പോകേണ്ടി വന്നു. 40,000-ഓളം വീടുകളോ ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെ ഡാമേജ്ഡായി. അവിടെ നമുക്ക് മനസ്സിലാകുന്നത് മറുനാടൻ അവിടെ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ശരിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയൊരു ക്ഷതമേറ്റു എന്ന് ശരിയാണ്. പിരിവ് സംബന്ധിച്ച് യഥാർത്ഥമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. നമുക്കതൊന്നും നോക്കാം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇൻ ദി ഫേസ് ഓഫ് നാഷണൽ ക്രൈസിസ്, ഓഗൻ, ഇസ്രായേൽസ് ലീഡിംഗ് നോൺ പ്രോഫിറ്റ് സോഷ്യൽ ലെൻഡർ, ഹാസ് മൊബിലൈസ്ഡ് എ എമർജൻസി ഫിനാൻഷ്യൽ ലൈഫ് ലൈൻ, ഇസ്രായേൽസ് ഫിനാൻഷ്യൽ ഫസ്റ്റ് റെസ്പോൺസ്. ഇതാ ഓഗൻ എല്ലാവരും സഹായിക്കാൻ വേണ്ടി പിരിവ് തുടങ്ങിയിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഇതാ താഴെ ലേൺ മോർ സപ്പോർട്ട് ഓഗൻ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പണപ്പിരിവ് തന്നെയാണ്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് മറുനാടൻ യഥാർത്ഥത്തിലുള്ള ഇസ്രായേലിൻ്റെ സ്ഥിതി മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്ഷേപകരമായി ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് സുഡാപ്പിയായി മാറിക്കൊണ്ടൊരു വാർത്ത ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിന് വളരെയേറെ ക്ഷതമുണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാജാവിനൊക്കെ വലിയ രാജഭക്തി എന്നതുപോലെ ധാരാളം പേര്, ഇസ്രായേലിലുള്ള ഒത്തിരി പേര് വളരെ അഭിമാനപൂർവ്വം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവർ, ഇസ്രായേലിന് ഒരു ക്ഷതമേറ്റു, ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നപ്പോൾ കെട്ടിടം തകർന്നു, ആൾക്കാർ ജീവഹാനി ഉണ്ടായി, സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വളരെയേറെ എന്തോ ഒരു നാണക്കേട് തോന്നുകയാണ്. എന്നിട്ട് അവർ പുലി ചീറ്റും പോലെ ചീറ്റുകയാണ്. അതിൽ കാര്യമൊന്നുമില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ആർക്കും ആവശ്യമില്ല. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വികാരപരമായി ഇസ്രായേലിനെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്. അവരിങ്ങനെ ഉറഞ്ഞതുള്ളൂ. കിണറ്റിക്കിടക്കുന്ന തവളയെപ്പോലെ അവർ ചില ഇട്ടാവട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയും. അതിലൊന്നും കാര്യമില്ല. യഥാർത്ഥം കണ്ണു തുറന്ന് കാണണം. 2 ലക്ഷം തവണ സൈറൻ മുഴങ്ങി എന്ന് ആക്ഷേപമായിട്ട് പറഞ്ഞത് നമുക്ക് നോക്കാം. കേന്ദ്രങ്ങളെയും ഇറാൻ തച്ചുടച്ചു. 21,000 തവണയാണ് ഈ 12 ദിവസ കാലയളവിൽ ഇസ്രായേൽ സൈറൺ മുഴങ്ങി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. 2 ലക്ഷം അയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന IDFിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അവിടെ എന്തെങ്കിലും കണക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജീവിക്കുന്നവർക്ക് അവരുടെ അവിടെ ഇത്ര ബോംബെ വീണുള്ളൂ, ഇന്നലത്തെ വീണുള്ളൂ, ഒന്നും പറ്റിയിട്ടില്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, കെട്ടിടം പൊളിഞ്ഞിട്ടില്ല, ജനങ്ങൾക്ക് സാധാരണ ഇതിലാണ്, ആർക്കും ഒരു പരിക്കേറ്റിട്ടില്ല എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ IDFിനെതിരെയാണ് അവർ പറയേണ്ടത്. ടൈംസ് ഓഫ് ഇസ്രായേലിനെതിരെയാണ് പറയേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. കാര്യമറിയാതെ വെറുതെ ചൊല്ലിട്ട് കാര്യമില്ല. അതുകൊണ്ട് മറുനാടൻ മറുകണ്ഠം ചാടിയിട്ടില്ല, സുഡാപ്പിയായിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത് റിപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അംഗീകരിക്കണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ.